എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് തയ്യാറാക്കിയെടുക്കുന്നത് കോഴിമുട്ട കൊണ്ട് നല്ല രുചികരമായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം കേട്ടോ. കോഴിമുട്ട കഴിക്കാത്ത കുഞ്ഞുങ്ങൾ പോലും ഇതുപോലെ തയ്യാറാക്കി കൊടുത്താൽ കഴിച്ചോളും. ചോറിൻ്റെ കൂടെ മാത്രമല്ല, നമുക്കത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല രുചികരമായിട്ടുള്ള റെസിപ്പി തന്നെയാണ്. ചപ്പാത്തിയുടെ ഉള്ളിൽ ഇത് വെച്ചിട്ട് റോൾ ചെയ്തിട്ട് കുട്ടികൾക്ക് കൊടുത്തു നോക്കൂ, അവർ കഴിച്ചോളും. ചോറിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു മുട്ട വറവ് മാത്രം മതി ഊണ് കഴിക്കാനായിട്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 3 കോഴിമുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ തയ്യാറാക്കാൻ വേണ്ടത് അതനുസരിച്ച് വേണം കോഴിമുട്ട എടുക്കാനായിട്ട്. ഇനി നമ്മൾക്ക് ഈ മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ കണ്ടു കഴിയുമ്പം ഇഷ്ടമായാൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ ആരും മറന്നു പോകരുത്. ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. നമ്മുടെ 3 മുട്ടയും ഞാൻ ഇതിനകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതൊന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചേർത്ത് കൊടുത്തത് വെളിച്ചെണ്ണയാണ്. ഒരുപാടൊന്നുമില്ല, ഇതിപ്പം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ കോഴിമുട്ടയുണ്ടല്ലോ, അത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് നിങ്ങൾ എടുക്കണമെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ ഇതുപോലത്തെ ഒരു പാൻ ആയതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തത്, അത് അടി പിടിക്കാതിരിക്കാൻ. എന്നിട്ട് ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ഇപ്പം ചേർത്ത് കൊടുക്കുമ്പം ഒരുപാട് ഇട്ട് കൊടുക്കേണ്ട, വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. കുരുമുളക് പൊടിയുടെ അളവ് ഞാൻ പറയുന്നില്ല, കാരണം അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക കേട്ടോ. ചിലവർക്കൊക്കെ നല്ല സ്പൈസി ആയിട്ട് കഴിക്കാനായിരിക്കും ഇഷ്ടം. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് കുരുമുളകിൻ്റെ അളവ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് വെന്തതിന് ശേഷം നമ്മളിതൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഇത് വറുത്തെടുക്കുമ്പം ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, സാധാരണ നമ്മൾ മുട്ടത്തോരൻ റെഡിയാക്കി എടുക്കുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലേ, വളരെ ചെറുതാക്കിയിട്ടാണ് നമ്മൾ എടുക്കാറുള്ളത്. ഇതങ്ങനെ എടുക്കരുത്, കുറച്ചും കൂടെ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. അതുമാത്രമല്ല, ഈ തോരൻ റെഡിയാക്കുമ്പം മുട്ട നമ്മൾ വറുക്കുമ്പോൾ അറിയാം ചെറുതായിട്ടിങ്ങനെ പൊട്ടി വരും. അങ്ങനെ എടുക്കരുത് കേട്ടോ. അതായത് തീരെ അങ്ങോട്ട് ഡ്രൈ ആക്കി എടുക്കരുത്. അതുപോലെ തന്നെ പൊടിയായിട്ട് എടുക്കാതിരിക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. അത്യാവശ്യം കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് തന്നെ എടുക്കുക. അപ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാനായിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഒന്ന് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കാരണം പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് വേണം നമ്മളിത് എടുക്കാനായിട്ട്. അപ്പോൾ അതങ്ങ് ഡ്രൈ ആയിട്ടില്ല, അതുപോലെ തന്നെ തീരെ പൊടിയായിട്ടൊന്നും വന്നിട്ടില്ല. ഇനി ഞാനിതൊന്ന് വേറൊരു പാത്രത്തിനകത്തേക്ക് മാറ്റി കൊടുക്കേണ്ടത്, കാരണം പാൻ ചൂടായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് വീണ്ടും വെച്ചാൽ അത് ഡ്രൈ ആയി പോകും ഒന്നും കൂടി, അതുകൊണ്ടാണ്. ഇനി ഇതിനകത്തേക്കുള്ള മസാലക്കൂട്ട് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിനകത്തേക്ക് ഒരു 8 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തത് ഒരു സവാളയാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയുള്ളി വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ചെറിയുള്ളി ഒരു 10ഓ 15ഓ ചെറിയുള്ളി എടുക്കുക വെച്ചാൽ കുറച്ചും കൂടെ നമുക്ക് ടേസ്റ്റ് കിട്ടും. അപ്പം ഞാൻ അരിഞ്ഞ് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. മുളക് പൊടിക്ക് അത്ര എരിവില്ലാത്തത് കൊണ്ട് 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് ഒരു 3 കാന്താരി മുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തത് പുളിയാണ്. വാളംപുളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ കഷ്ണം അത്ര എടുത്താൽ മതി. വാളംപുളി എന്തായാലും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇതൊക്കെ ചേർത്തിട്ട് നമ്മൾ ഈ മസാലക്കൂട്ട് റെഡിയാക്കി മുട്ട വറവ് തയ്യാറാക്കുമ്പം എന്നിട്ട് ഇതൊന്ന് ചതച്ചെടുക്കുക. വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട, അല്ലാതെ തന്നെ നമ്മളിതൊന്ന് ഞാൻ ചതച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് പേസ്റ്റ് പോലെ അരയൊന്നും വേണ്ട കേട്ടോ. ഇനി നമുക്കിതാ ഒരു പാൻ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ചെറിയ ജീരകം. അപ്പോൾ ചെറിയ ജീരകം ഞാനൊരു 1/4 ടീസ്പൂണിൽ താഴെ ചേർത്തിട്ടുള്ളൂ, 1/4 ടീസ്പൂൺ വരെ ആവാം. പിന്നെ കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കടുകും അതുപോലെ തന്നെ ജീരകവും നന്നായിട്ടൊന്ന് പൊട്ടി വന്ന് കഴിയുമ്പം അതിനകത്തേക്ക് ഒരു 2 വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചേർത്ത് കൊടുത്തത് കറിവേപ്പിലയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇപ്പോൾ നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മളിത് അരച്ച് വെച്ചിരിക്കുന്ന മസാലക്കൂട്ടുണ്ടല്ലോ, അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. നല്ലൊരു മസാലക്കൂട്ടാണ് കേട്ടോ ഇത് നമ്മളിനി ഈ വെളിച്ചെണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതായത് ആ ഒരു പൊടികളുടെ പച്ച ടേസ്റ്റും അതുപോലെ സവാളയുടെ ആ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ചെറിയ തീയിലിട്ടിട്ട് വേണം കേട്ടോ, അടച്ചു വയ്ക്കൊന്നും വേണ്ട. നമ്മളിതുപോലെ തന്നെ നന്നായിട്ടൊന്ന് കൈവിടാതെ ഇളക്കി കൊടുത്താൽ മതി. അടി പിടിക്കാതിരിക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു 1-2 സെക്കൻഡ് ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുത്തിട്ട് തീ കുറച്ച് വയ്ക്കുക കേട്ടോ.
അതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് റെഡിയായി കിട്ടിക്കോളും. ഒരേ തീയിലിട്ടിട്ട് നമ്മളിതൊന്ന് ഫ്രൈ ആക്കാതിരിക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. പെട്ടെന്ന് കരിഞ്ഞു പോവും ഈ മസാലക്കൂട്ട്. അതുകൊണ്ടാണ് ഇതാ ഇപ്പോൾ നന്നായിട്ട് ഇത് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കേണ്ട. നമ്മൾ ആ മിക്സിയുടെ ജാറിനകത്ത് അരച്ചിട്ടുണ്ടല്ലോ, അതിനകത്തേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അത് ഒഴിച്ചു കൊടുത്താൽ മതി. തിളപ്പിച്ചാറിയ വെള്ളമായിരിക്കണം കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നമ്മളിതാ ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഒരുപാട് വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, വളരെ കുറച്ചേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് തിളച്ച് കിട്ടും. ശരിക്കും ഒരു ഗ്രേവി രൂപത്തിൽ നമുക്കത് എടുക്കേണ്ടതാണ്. ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുരുമുളക് പൊടി വേണിച്ചാൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ കുറച്ച് സ്പൈസി ആയിട്ടാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പം എരിവ് കുറച്ച് കൊടുക്കുന്നതാണ് വളരെ നല്ലത്. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ ചേർത്ത് കൊടുത്ത ആ ഒരു വെള്ളവും നന്നായിട്ട് വറ്റി യോജിച്ച് വന്നിട്ടുണ്ട്. ആ മസാല കറക്റ്റ് റെഡിയായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു മസാലക്കൂട്ട് ഇതുപോലെ ആയിരിക്കണം എടുക്കേണ്ടത്, അത് ഡ്രൈ ആക്കി എടുക്കരുത്. ഈ സമയത്ത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മുട്ടയുണ്ടല്ലോ, അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഇളക്കി കൊടുക്കുമ്പം ഒന്ന് ശ്രദ്ധിക്കണം, മുട്ട ഇനി ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോകരുത്. അതുപോലെ തന്നെ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാൻ. അപ്പോൾ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ റെസിപ്പി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തയ്യാറാക്കാത്തവർ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കൂ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന റെസിപ്പി ആയിരിക്കും. തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയണേ. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കാനും ആരും മറന്നു പോകരുത് കേട്ടോ. മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു.